എല്ലാവരും ഒരു ഭാഗത്ത് പ്രതീക്ഷിച്ച് വന്നതായിരിക്കാം. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, എന്താണ് ഇസ്ലാം? പലർക്കും ഇതിപ്പോൾ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറിയിരിക്കുന്നു. പലരുടെയും മനസ്സിലിപ്പോൾ പലതും കടന്നു പോയിട്ടുണ്ടാകും. എന്നാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: ഏകദൈവമായ അള്ളാഹു അവതരിപ്പിച്ചതെന്ന വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയെ ആണ് ഇസ്ലാം മതവിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമറിയാം? നിങ്ങളോട് അള്ളാഹു ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർ ഓതുന്നുണ്ട്? ഒരുപാട് പേർ ഓതുന്നുണ്ടാകാം. എന്നാൽ നിങ്ങൾ ഓതുന്ന ഓരോ വാക്യത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഖുർആനിൽ പറയുന്ന അറബി വാചകങ്ങൾ ഓരോന്നും മലയാളത്തിലും നിങ്ങൾ ഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഏതൊരു ഭാഷയും സംസാരിക്കുവാനോ ആശയവിനിമയം ചെയ്യുവാനോ ഉള്ള ഒരു മീഡിയൻ മാത്രമാണ്. അറബി എന്ന് പറയുന്നതും ഒരു മീഡിയനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫാത്തിഹയുടെ അർത്ഥം ആദ്യം മുതൽ അവസാനം വരെയും ഗ്രഹിക്കാൻ തയ്യാറാണോ? പരമ കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. സ്തുതി സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. പരമ കാരുണ്യനും കരുണാനിധിയുമായ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനുമായ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. ഇതാണ് വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ എന്ന് സൂറത്തിൻ്റെ അർത്ഥം. എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാനായിട്ടുണ്ട്? നിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളിലും ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോകളായി അപ്ലോഡ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്.